കനത്ത മഴയ്ക്ക് പിന്നാലെ കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ വെള്ളപ്പൊക്കം. മലയോര മേഖലയിലടക്കം വൻ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. മണ്ണിടിഞ്ഞും വീടുകളിൽ വെള്ളം കയറിയും വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പല കുടുംബങ്ങളെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങി താമരശ്ശേരി. അഴുക്കുചാൽ അടഞ്ഞുകിടന്നതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായതെന്ന് ആരോപണം. താമരശ്ശേരി പട്ടണത്തിൽ ബസ് ബേ മുതൽ പോലീസ് സ്റ്റേഷൻ വരെയും താമരശ്ശേരി ചുങ്കം, കാരാടി, LIC മുതൽ ഫെഡറേഷൻ ബാങ്ക് വരെയും KSEBക്ക് സമീപവും ദേശീയപാത വെള്ളത്തിൽ മുങ്ങി. മിനി ബൈപ്പാസിലും വെള്ളം കയറിയിട്ടുണ്ട്. എടവണ്ണപ്പാറ പരിസര പ്രദേശങ്ങളിലും റോഡുകളിലും തോടുകളിലും വയലുകളിലും വെള്ളം നിറഞ്ഞൊഴുകി. എടവണ്ണപ്പാറ ടൗണിലെ മിക്ക റോഡുകളും വെള്ളത്തിൽ മുങ്ങി. കനത്ത മഴയെ തുടർന്ന് നന്മണ്ടയിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതോടെ 15ലധികം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. താഴ്ന്ന പ്രദേശമായ കൊല്ലങ്കണ്ടി താഴത്തെ വീടുകളിലേക്ക് വെള്ളം കയറിയത് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി. ഉടൻ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗം ബിനീഷ് ഏറാഞ്ചേരിയുടെ നേതൃത്വത്തിൽ ഏഴുകുളത്തെ നാട്ടുകാർ ഒറ്റക്കെട്ടായി പ്രദേശത്തെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. അത്തോളി കൊടശ്ശേരിയിൽ കനത്ത മഴയിൽ മണ്ണൊലിച്ചു വന്നതും ജനങ്ങൾക്ക് ദുരിതമായി. കൊയിലാണ്ടി അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിലും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. പെരുവണ്ണ, ഒളവണ്ണ പഞ്ചായത്ത് ഓഫീസിലും വീടുകളിലും വെള്ളം കയറി. ഓഫീസ് മേശയിൽ സൂക്ഷിച്ചിരുന്ന ഫയലുകളെല്ലാം വെള്ളത്തിലായി. മറ്റ് ഫയലുകളെല്ലാം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു. കഴിഞ്ഞ പ്രളയകാലത്ത് പോലും വെള്ളം കയറാത്ത സ്ഥലങ്ങളിലെല്ലാം ഇത്തവണ വെള്ളം കയറി. വീടുകളിൽ വെള്ളം കയറിയതോടെ നിരവധി കുടുംബങ്ങൾക്കാണ് ഒഴിഞ്ഞു പോകേണ്ടി വന്നത്. വിലപിടിപ്പുള്ള സാധനങ്ങളും വീട്ടുപകരണങ്ങളും വെള്ളത്തിൽ മുങ്ങി നശിച്ചു. മലയോര മേഖലയിലെ താഴ്വാരങ്ങളും വെള്ളപ്പൊക്ക ഭീതിയിൽ. ബാലുശ്ശേരി വ്യൂവേഴ്സ് കോളനിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 35 കുടുംബങ്ങളെയാണ് തൊട്ടടുത്ത സ്കൂൾ ക്യാമ്പിലേക്ക് മാറ്റിയത്. മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ സാധ്യതയും നിലനിൽക്കുന്നതിനാൽ ജനങ്ങളേറെ ഭീതിയിലാണ്. ഉള്ളിയേരി പാവങ്ങാട് സംസ്ഥാന പാതയിലെ കൂമുള്ളിയിലും വെള്ളം കയറി വാഹന ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിച്ചു. കനത്ത മഴയിൽ കുന്നമംഗലം പോലീസ് സ്റ്റേഷന്റെ മതിൽ ഇടിഞ്ഞു വീണു. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയാണ് സംഭവം. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞത് സമീപത്തെ വീടുകൾക്ക് ഭീഷണിയാകുന്നു. കുന്നമംഗലം കുറുമണ്ണിൽ ശ്രീപാദത്തിൽ വസന്തകുമാറിന്റെയും ചെലവൂർ സ്വദേശി ജംഷീറയുടെയും വീടുകളാണ് അപകട ഭീഷണിയിൽ നിലകൊള്ളുന്നത്. വീടിന്റെ താഴെ ഭാഗത്തു നിന്നും വ്യാപകമായി മണ്ണ് നീക്കം ചെയ്തതാണ് പ്രശ്നത്തിന് കാരണം. മണ്ണെടുപ്പ് നിർത്തണമെന്ന് കാണിച്ച് പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ട കക്ഷി തയ്യാറായില്ലെന്നാണ് ആരോപണം. കുന്നമംഗലം വില്ലേജ് അധികൃതർ, കുന്നമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CV സംജിത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ M ധനീഷ് ലാൽ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP അശോകൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. വൈദ്യുതി വിതരണ പോസ്റ്റുകളും അപകടകരമായ അവസ്ഥയിലാണ്. കക്കയം തലയാട് റോഡിൽ മരം റോഡിലേക്ക് കടപുഴകി വീണ് സ്കൂട്ടർ യാത്രിക രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പനങ്ങാട് പഞ്ചായത്ത് അംഗം ലാലി രാജുവാണ് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. റോഡിൽ കൂടി നിന്നവർ ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്ന് സ്കൂട്ടർ നിർത്തുകയും റോഡിലേക്ക് മരം കടപുഴകി വീഴുകയുമായിരുന്നു. അതേസമയം കാഞ്ഞിക്കാവ് കനാൽമുക്കിൽ ബസ് സ്റ്റോപ്പിനടുത്തുള്ള വൻ ആൽമരം കടപുഴകി വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. നരിക്കുനി ഫയർ സ്റ്റേഷനിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ MC മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി 2 മണിക്കൂർ നേരത്തെ കഠിന പരിശ്രമത്തിലാണ് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ.